ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ. നീതിമാനായ യോസഫിന് ദൈവദൂതൻ്റെ അരുളപ്പാട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നു കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളുടെ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. നീതിമാനായ യോസഫ് തൻ്റെ ഭാര്യയായ മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. തൻ്റെ വാക്കിലൂടെയോ തൻ്റെ പ്രവൃത്തിയിലൂടെയോ തൻ്റെ ഭാര്യയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയയ്ക്ക് ഒരു അപമാനം ഉണ്ടാകുവാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നതായ യോസഫ് നീതിമാനായിരുന്നു എന്നുള്ളതാണ്. യോസഫിൻ്റെ ജീവിതം, യോസഫിൻ്റെ ശുശ്രൂഷ നീതിയുടെ വഴിയിലൂടെയുള്ള ശുശ്രൂഷയായിരുന്നു എന്നുള്ളതാണ്. നീതിമാനായ യോസഫ്. ഒന്ന്, യോസഫിൽ നമ്മൾ കാണുന്നത് സമർപ്പണമാണ്. ദൈവത്തിൻ്റെ വാക്കിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്, സമർപ്പിക്കുകയാണ്, തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുകയാണ്. 2, അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലേക്ക് രക്ഷകനെ ദാനം ചെയ്യുവാൻ വിശുദ്ധ കന്യാമറിയാമിനെയും യോസഫിനെയും തിരഞ്ഞെടുക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത് ഇവരുടെ സമർപ്പണവും ഇവരുടെ അനുസരണവുമായിരുന്നു എന്നുള്ളതാണ്. കന്യകമറിയാം ദൈവകരങ്ങൾ സമർപ്പിച്ചു, അനുസരിച്ചു. യോസഫ് ദൈവകരങ്ങൾ സമർപ്പിച്ചു, അനുസരിച്ചു. ഇത് ഇവരുടെ ജീവിതത്തിൽ രക്ഷകനെ ദാനം ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അനുഭവമായിരുന്നു എന്നുള്ളതാണ്. ഓർക്കുക, മാതൃകാ ദമ്പതികളായ മറിയയുടെയും യോസഫിൻ്റെയും ജീവിതം നമുക്ക് ഒരു നല്ല മാതൃകയാണ് കാണിച്ചു തരുന്നത്. മറിയയുടെ ജീവിതവും യോസഫിൻ്റെ ജീവിതവും നമുക്ക് നല്ലൊരു മാതൃകയാണ്. യേശുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി തങ്ങൾ കഴിക്കേണ്ടതായ ത്യാഗങ്ങളും വേദനകളും മുറിവുകളും സങ്കടങ്ങളും പരിഹാസങ്ങളും നിന്ദകളും എല്ലാം സഹിച്ച് യേശുവിനെ സ്വീകരിച്ച് ലോകത്തിന് നൽകി എന്നുള്ളതാണ്. നാം ഓർക്കുക, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിന്ദകൾ പരിഹാസങ്ങൾ ഒക്കെ കേൾക്കേണ്ടതായി വരും. അതിൻ്റെ മധ്യത്തിൽ ജീവനുള്ള ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ജീവനുള്ള ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ രക്ഷകനോട് ചേർന്ന് ജീവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. ആ കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിന് അങ്ങയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന ദൈവമായ കർത്താവേ, സ്വർഗീയപിതാവേ, യോസഫിൻ്റെയും മറിയയുടെയും ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുന്നത് കർത്താവേ ത്യാഗത്തിൻ്റെയും കർത്താവേ സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെതുമായ ജീവിതമാണല്ലോ കർത്താവേ. അവരുടെ ജീവിതത്തിന് നല്ല മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ക്രിസ്മസ് കാലം വരുന്നുവല്ലോ കർത്താവേ. ക്രിസ്മസിന് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നതായ 2 വ്യക്തികളാണല്ലോ കർത്താവ്, യോസഫും മറിയയും. മാതൃകാ ജീവിതം നയിച്ച് മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിച്ചതായ വ്യക്തികളാകുന്നുവല്ലോ അവരുടെ ജീവിതം കർത്താവെ മാതൃകയാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ബലഹീനന്റെ അടികൾ കുറവും കുറ്റവും ക്ഷമിക്കണം, മാനമഹത്വം എടുക്കണം. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സമസ്വാസം വാഴുവോടും നാം എല്ലാവരോടും കൂടെ എല്ലാം നല്ല ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.